നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുകയും അത് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നെ ഒടുവിൽ അത് സർജറി പോലും പറ്റാത്ത സാഹചര്യത്തിലാവുകയും ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം പ്രാപിച്ചതിന്റെ ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണ് ഈ കുടുംബം നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ വളരെ സ്നേഹത്തോടുകൂടെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ കൃപകളെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ എൻ്റെ പപ്പയുടെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. പപ്പയുടെ പേര് ബിജു. ഞങ്ങൾ കരയത്തഞ്ചാലിൽ നിന്ന് വരുന്നു. 2017 മുതൽ പപ്പയുടെ കണ്ണിന്റെ കാഴ്ച, ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ MRI ചെയ്യാൻ പോയപ്പോഴാണ് പപ്പയ്ക്ക് കണ്ണിൽ ബ്രെയിനിൽ ട്യൂമർ ആണെന്ന് മനസ്സിലാവുന്നത്. മാക്രോ പ്രൊലാക്റ്റിനോമ എന്ന് പറയുന്നതാണ് ഈ പപ്പയുടെ അസുഖം. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടി അതൊരു മുഴയായിട്ട് മാറിയതായിരുന്നു. അങ്ങനെ പപ്പയുടെ കണ്ണിന്റെ അങ്ങോട്ടുള്ള ഞരമ്പ് ഈ മുഴ ഞെക്കി ആ ബ്ലഡ് ഫ്ലോ നിന്നിട്ട് പപ്പയുടെ കാഴ്ച നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ മരുന്ന് തന്നു. ആദ്യത്തെ 2 കൊല്ലം നന്നായിട്ട് കുറവുണ്ടായിരുന്നു, കാഴ്ച തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞിട്ട് മുഴ സ്റ്റക്കായ പോലെയായി, മരുന്നിനോട് പ്രതികരിക്കാത്തതായി. പിന്നെ കഴിഞ്ഞ തവണ 2024 ജനുവരിയിൽ MRI ചെയ്തപ്പം വീണ്ടും മുഴ വികസിക്കാൻ തുടങ്ങിയെന്ന് ഡോക്ടർ പറഞ്ഞു. കണ്ണിന്റെ ഞരമ്പിലേക്ക് വീണ്ടും തൊടുന്നു. ഇങ്ങനെ പോയാൽ വീണ്ടും അന്ധതയിലേക്ക് വീണ്ടും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓഗസ്റ്റ് മാസമായപ്പം പിന്നെ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റിന് പോയപ്പം ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി ഓപ്പറേഷനേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, സർജറിയെ ലാസ്റ്റായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളെ എൻഡോക്രൈനോളജിയിൽ നിന്ന് നേരെ ന്യൂറോ സർജറിയിലേക്ക് വിട്ടു. ന്യൂറോ സർജറിയിൽ എത്തിക്കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു മൂക്കിലൂടെയുള്ള ഓപ്പറേഷൻ ഒരിക്കലും സാധിക്കാത്ത അത്രയും സൈസുണ്ട് ഈ മുഴയ്ക്ക്, മൂക്കിക്കൂടെ ചെയ്താൽ ആള് മരിച്ചു പോകുന്നുള്ള ഇത് തന്നെ പറഞ്ഞു ഡോക്ടർ. പിന്നെ തല തുറന്നുള്ള ഓപ്പറേഷനെ ചെയ്യാൻ പറ്റുള്ളൂ. തല തുറന്നുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു പോകുന്നിടത്തോളം പോകട്ടെ, നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. ഇത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ഓഗസ്റ്റ് 18-ാം തീയതി ആവിലയിൽ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു മരുന്ന് വേണ്ടാത്ത രീതിയിൽ ഈശോ സുഖമാക്കി തരും, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛന് 48 മണിക്കൂർ ധ്യാനത്തിന്റെ ക്ലാസ് ഞങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് തന്നു. അതുപോലെ രാവിലെ 33 തവണ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന തന്നു. ഞങ്ങൾ അത് ചെയ്തു. ഈ തവണ ഞങ്ങൾ നവംബർ 21-ാം തീയതി MRI വീണ്ടും ചെയ്തു. MRI വീണ്ടും ചെയ്തപ്പം മുഴ നന്നായിട്ട് ചുങ്ങി, മരുന്നിന്റെ അളവ് കുറച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി സർജറിയുടെ ആവശ്യം വേണ്ട, ഇനി മരുന്നിന്റെ അളവ് 6 ഗുളികയായിരുന്നു ഞങ്ങൾക്ക് ആഴ്ച കഴിക്കാനുണ്ടായിരുന്നത്. അത് 3 ആയിട്ട് 2 മാസത്തേന് ചുരുക്കി. അത് കഴിഞ്ഞുള്ള 2 മാസത്തേന് ആഴ്ചയിൽ 2 ഗുളിക മതി. പതിയെ മരുന്ന് നിർത്താനാണ് ഡോക്ടർ പറഞ്ഞത്. ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാവിനും അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ട മകനെ, എത്ര വർഷമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണിത്? 7 കൊല്ലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 2017 ഈ സഹോദരന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നതായി കാണുകയും മണിപ്പാൽ കസ്തൂർബ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സിച്ചുകൊണ്ടിരുന്നത്. മണിപ്പാൽ വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള ട്രീറ്റ്മെന്റാണ്. കണ്ണിന്റെ കാഴ്ച കുറയുന്നത് എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഡോക്ടറെ കാണാനായിട്ട് പോയത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വന്നു. ആ മുഴ കാരണം കണ്ണിന്റെ അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ നിന്ന് കാഴ്ച നഷ്ടപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ വളർന്ന് അവിടെ കാഴ്ച
ഞരമ്പിലേക്ക് പ്രസ് ചെയ്ത് ഞരമ്പിലേക്ക് ഈ മുഴ പ്രസ് ചെയ്യുന്ന വിധത്തിലായി. പ്രിയപ്പെട്ടവരെ, ഇത് ഈ മുഴ ഇനി സർജറി ചെയ്യണമെങ്കിൽ കീ ഹോള് അല്ലെ, ഇതിലൂടെ മൂക്കിലൂടെ വേണം അത് ചെയ്യാൻ. അത് ചെയ്യാൻ പറ്റൂല, അത് ചെയ്യാൻ പറ്റില്ല. തല തുറന്നേ പറ്റുള്ളൂ. അപ്പോൾ തല ഇങ്ങനെ ഇവിടെ നിന്ന് മൊത്തം തുറന്ന് ഇത് എടുത്ത് മാറ്റിയിട്ട് വേണം സർജറി ചെയ്യാൻ. കാരണം മുഴ അത്രയ്ക്ക് വലുതാണ്. അത്രയും വലുതായിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഇനി ഒരു സർജറി പോട്ടോളം പോകട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അല്ലാതെ വണ്ടി പോകുന്നിടത്തോളം പോട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. ഇനി ഒന്നും ചെയ്യാനില്ല, ജീവിക്കുന്നിടത്തോളം ഇനി കാശാൽ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ ആ സഹോദരനാണ് വടി പോലെ അല്ലേ, വടിയായി പോകുന്നു പറഞ്ഞതാണ്. കർത്താവ് ഇവിടെ വടി പോലെ നിർത്തിയിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസർ ഉയർത്തതും യേശുനാമത്തിൽ. ഇവർ ഇവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ യൂട്യൂബിൽ 48 hours റിട്രീറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഒരു 247 വീഡിയോസ് ഉള്ള ഒരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ വചനം വീട്ടിലിരിക്കുമ്പോൾ അല്ലേ, തുടർച്ചയായിട്ട് വചനം കേട്ടു 33 പ്രാവശ്യം ചൊല്ലാനുള്ള പ്രാർത്ഥന ചൊല്ലി ഈശോയെ എന്ന് വിളിച്ചു. വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകളൊക്കെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പങ്കെടുത്ത് ഇവിടെ വരുന്നുണ്ടായിരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വ്യാഴാഴ്ചകളിൽ. കർത്താവ് ഇനി അടുത്ത ജനുവരിയിൽ MRI ചെയ്താൽ മതി എന്നാണ് ഓഗസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഇനി 4 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ഇവര് പക്ഷെ നവംബറിൽ ഇത്തിരി നേരത്തെ ഒക്കെ പോയി. ഞങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാല് ഇനി ജനുവരിയിൽ MRI ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ 3 മാസം കഴിഞ്ഞിട്ട് കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യുന്ന കൂടെ തന്നെ ഞങ്ങൾ MRI കൂടെ ചെയ്യാന്ന് ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു MRI പൈസ പോയാലും കുഴപ്പമില്ല, ഒരു MRI കൂടെ ചെയ്തോന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് MRI ചെയ്യിപ്പിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മുഴ ചുരുങ്ങി. അതിന്റെ റിപ്പോർട്ടുണ്ട്, ഒരു സർജറിയും ഇനി ആവശ്യമില്ല എന്ന റിപ്പോർട്ട് ഇവിടെ ഡോക്ടർ എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടുകൂടി അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. മെഡിക്കൽ റിപ്പോർട്ട്. കർത്താവിന് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ.